ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യുസാറ്റിൻ്റെ ലോജിക്കൽ റീസണിങ് ഏരിയ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് പറയട്ടെ, ക്യുസാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യുസാറ്റിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യുസാറ്റ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അത് സംബന്ധിച്ച ഒരു വീഡിയോയും യൂട്യൂബിലുണ്ട്. ഈ രണ്ട് വീഡിയോസും നിങ്ങൾ കാണണം. മാർച്ച് 10 ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് ക്യുസാറ്റിന് അപ്ലൈ ചെയ്യുക. ക്യുസാറ്റിൻ്റെ ലോജിക്കൽ റീസണിങ്ങിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പം ഒരു ലോ എൻട്രൻസിന് പോകുമ്പം ക്യുസാറ്റിൻ്റെ ലോ എൻട്രൻസ് എസ്പെഷ്യലി പലരുടെയും ഒരു സ്വപ്നമായിരിക്കും. കാരണം കേരളത്തിൽ കിട്ടാവുന്ന വളരെ മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്യുസാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലോ എൻട്രൻസ് പലരും മോഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് BBA LLB, BCom LLB, BSc LLB ഇങ്ങനെ 3 കോഴ്സ് ഉണ്ട്. ഈ 3 കോഴ്സിനും കൂടെ ഒരു എക്സാമാണ് വരുന്നത്. ഒരേ എക്സാം എഴുതിയിട്ടാണ് 3 കോഴ്സിലേക്കും അഡ്മിഷൻ വരുന്നത്. അപ്പം ആ ഒരു എൻട്രൻസിന് തയ്യാറെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തയ്യാറെടുക്കാൻ തുടങ്ങിയവരും സ്വാഭാവികമായിട്ടും വിചാരിക്കുക ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ലോ എൻട്രൻസ് ആണല്ലോ, ലോ ഏരിയയിൽ നിന്നാവും എന്നാവും. പക്ഷേ 150 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. അതായത് 1/3 ക്വസ്റ്റ്യൻസും ലോജിക്കൽ റീസണിങ് എന്നുള്ള ഏരിയയിൽ നിന്നാണ് വരിക. വെറും 25 ക്വസ്റ്റ്യൻസേ ലീഗലിൽ നിന്ന് വരുന്നുള്ളൂ എന്ന് വെച്ചിട്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ ലോജിക്കൽ റീസണിങ്ങിനെ നിങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്യുസാറ്റിലേക്കുള്ള എൻട്രി അത്ര ഈസി ആയിരിക്കില്ല. അതുകൊണ്ടാണ് ലോജിക്കൽ റീസണിങ്ങിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ജോബ് സെക്യൂർ ആലോചിക്കുന്നത്. ഞങ്ങളെ കുട്ടികളെ അതിനുവേണ്ടി സഹായിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വീഡിയോയിലേക്ക് കടക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും മുൻകാലങ്ങളിൽ ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് കണ്ടാലേ എങ്ങനെയൊക്കെ നമ്മളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവേണ്ടതുണ്ട്, ഞാൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അലി ബൈസ് എ ഗ്ലാസ്, എ പെൻസിൽ ബോക്സ് ആൻഡ് എ കപ്പ് ആൻഡ് പേയ്സ് ₹21 to the shopkeeper. Rakesh buys a cup, 2 pencil boxes and a glass and pays ₹28. And Preeti buys 2 glasses, a cup and 2 pencil boxes and pays ₹35. അങ്ങനെയാണെങ്കിൽ 10 കപ്സിൻ്റെ വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ സോൾവിങ് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സും വൈയും സെഡും ഒക്കെ കാണുമ്പോൾ ഇപ്പോഴേ ടെൻഷനായിട്ടുണ്ടാവും. നിങ്ങൾ അതിനെയൊക്കെ വിട്ടേക്കൂ. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ നിങ്ങൾ മാത്തമെറ്റിക്സിലേക്ക് മാറ്റുകയാണ്. ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ മാത്സിലേക്ക് ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അലി ബൈസ് എ ഗ്ലാസ്. എ ഗ്ലാസ്സിന് ഞാൻ 1G എന്ന് എഴുതി, ഒരു ഗ്ലാസ്, പ്ലസ് എ പെൻസിൽ ബോക്സ് പ്ലസ് 1P, പെൻസിൽ ബോക്സിന് P, പ്ലസ് 1 കപ്പ് ഈസ് ഈക്വൽ ടു 21. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കൂ. രാകേഷ് ബൈസ് എ കപ്പ് 1C പ്ലസ് 2P പ്ലസ് എ ഗ്ലാസ് 1G ഈസ് ഈക്വൽ ടു 28. ഇത് ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് എന്താ നമ്മളോട് പറയുന്നത്? പ്രീതി ബൈസ് 2 ഗ്ലാസസ് പ്ലസ് 1 കപ്പ് പ്ലസ് 2 പെൻസിൽസ് 2P ഈസ് ഈക്വൽ ടു 35. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കാണേണ്ടത്? 10 കപ്പിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഒരു കപ്പിന് എന്താണ് വില എന്ന് അറിയണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഗ്ലാസിനും ഒരു പെൻസിലിനും ഒരു കപ്പിനും കൂടെ 21 rupees, 2G പ്ലസ് 1G പ്ലസ് 2P ഈസ് ഈക്വൽ ടു 35. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഗ്ലാസ്സിൽ നിന്ന് ഒരു ഗ്ലാസ് മൈനസ് ചെയ്താൽ ഒരു ഗ്ലാസ്, പ്ലസ് ഒരു കപ്പിൽ നിന്ന് ഒരു കപ്പ് മൈനസ് ചെയ്തു, കപ്പ് ക്യാൻസലായി. 2
പെൻസിലിൽ നിന്ന് ഒരു പെൻസിൽ മൈനസ് ചെയ്താൽ ഒരു പെൻസിൽ ഈസ് ഈക്വൽ ടു 35 മൈനസ് 21 ഈക്വൽ ടു 14. ഓക്കെ, അപ്പം ഒരു ഗ്ലാസ്സിനും ഒരു പെൻസിലിനും കൂടെ 14 റുപ്പീസ് ആണ് വാല്യൂ. അപ്പം നോക്കൂ, ഒരു ഗ്ലാസ്സിനും ഒരു പെൻസിലിനും കൂടെ 14 റുപ്പീസ്. അതിൻ്റെ കൂടെ ഒരു കപ്പും കൂടെ ചേരുമ്പോൾ 21 റുപ്പീസ് ആവുന്നു. അപ്പം കപ്പിന് എത്രയായിരിക്കും വില ഉണ്ടാവുക? ഓട്ടോമാറ്റിക്കലി 7 റുപ്പീസ് ആയിരിക്കും. നമ്മളെടുത്ത ചോദ്യം എന്താ? 10 കപ്സിൻ്റെ വാല്യൂ എന്ത് എന്നാണ്. അപ്പം 10 ഇൻറ്റു 7 70 റുപ്പീസ്. വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ എക്സിനെയും വൈനെയും സെഡിനെയും ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ടെൻഷൻ വരുന്നത്. ഇവിടെ അതൊന്നും വേണ്ട. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കൂ. സിമ്പിളായിട്ട് ചെയ്താൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു നല്ലൊരു കോച്ചിങ് ആവശ്യമുണ്ട്. ക്യുസാറ്റിന് മാത്രമായിട്ടുള്ള കോച്ചിങ് ജോബ് സെക്യൂറ തുടങ്ങിക്കഴിഞ്ഞു. ജോബ് സെക്യൂറയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ജോബ് സെക്യൂറയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വർക്ക് ആൻഡ് മെന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ആൻഡ് മെൻ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മൾ +2 സയൻസ് പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സുകാർ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ABC can do a piece of work in 20, 30 and 60 days. അപ്പോൾ എക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ 20 ഡേയ്സ് വേണം, ബിക്ക് 30 ഡേയ്സ് വേണം, സിക്ക് 60 ഡേയ്സ് വേണം. നമ്മളെടുത്ത് എന്താ പറയുന്നത്? എയും ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു ദ വർക്ക് ഇഫ് ഹി ഈസ് അസിസ്റ്റഡ് ബൈ ബി ആൻഡ് സി ഓൺ എവറി 3rd ഡേ. ഓരോ മൂന്നാമത്തെ ദിവസവും എയെ ആരൊക്കെ അസിസ്റ്റ് ചെയ്യും? ബിയും സിയും അസിസ്റ്റ് ചെയ്യും. അപ്പം എയുടെയും ബിയുടെയും സിയുടെയും ഒരു 3 ഡേയ്സിലെ വർക്കാണ് നമ്മൾ എടുക്കുന്നത്. എ ബി സി, ഈ 3 പേരുടെയും 3 ഡേയ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കൂ, എ ഒരു ദിവസം എക്കൊരു വർക്ക് ചെയ്ത് തീർക്കാൻ 20 ഡേയ്സ് വേണമെങ്കിൽ എ ഒരു ദിവസം എത്ര പാർട്ട് വർക്ക് ചെയ്യും? 1/20 പാർട്ട് വർക്ക് ചെയ്യും. അപ്പം 3 ദിവസം കൊണ്ട് 3/20 പാർട്ട് വർക്ക് ചെയ്യും. ബി ഒരു ദിവസം ഒരു വർക്ക് ചെയ്യാൻ 30 ഡേയ്സ് വേണമെങ്കിൽ 3rd ഡേ ബി കൂടെ ചേരുമ്പം ബി ആ ഒരു 1 ഡേ എത്ര വർക്ക് ചെയ്യും? 1/30 വർക്ക്. സെയിം ഇതിൽ സി എത്ര? 1/60 വർക്ക് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 30, 60, 20. ഇതിൻ്റെ LCM 60 ആണ്. 60ൽ 20 3 ടൈംസ്, 3 ഇൻറ്റു 3 9, പ്ലസ് 60ൽ 30 2 ടൈംസ്, 2 ഇൻറ്റു 1 2, പ്ലസ് 60ൽ 60 1 ടൈം പ്ലസ് 1. അപ്പം 12/60 ഇസ് ഈക്വൽ ടു 1/5. എയും ബിയും സിയും കൂടെ 3 ദിവസം കൊണ്ട് 1/5 വർക്ക് ചെയ്യും. അപ്പം അവർക്കത് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 3 ഇൻറ്റു 5, അതായത് 15 ഡേയ്സ് വേണം. ഇത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവണില്ല അല്ലേ? അവിടെ നമുക്ക് വർക്ക് ആൻഡ് മെൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ലോണം ശീലം വരണം. ജോബ് സെക്യൂറിറ്റിയുടെ ഗൈഡിൽ പ്രത്യേകം വർക്ക് ആൻഡ് മെന്നിൻ്റെ നോട്ട്സ് ഉണ്ട്. അത് നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഈ ഏരിയയിലൂടെ പോകേണ്ടത് അത്യാവശ്യമാണ്. ഈ ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എയും ബിയും സിയും കൂടെ 3 ദിവസം കൊണ്ട് 1/6 വർക്ക് ചെയ്യുമെങ്കിൽ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? 1/5 വർക്ക് ചെയ്യുമെങ്കിൽ 2/5 വർക്ക് ചെയ്യും. പിന്നെയും ഒരു 9 ഡേയ്സ് കൊണ്ട് 3/5 വർക്ക്. അങ്ങനെ 15 ഡേയ്സ് കൊണ്ട് 5/5, അതായത് ഫുൾ വർക്കും ചെയ്ത് കഴിയും. അതാണ് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദ പെയർ ഓഫ് നമ്പർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് വിത്ത് അതേഴ്സ്. ഇവിടെയൊക്കെ 2:8, 3:27, 4:32, 5:125. ഇത് കാണുമ്പോൾ റേഷ്യോ ആണ് എന്ന് നമുക്ക് തോന്നും. ഇവിടെ റേഷ്യോ അല്ല. ഇവിടെ നിങ്ങൾ ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2ഉം 8ഉം തമ്മിലുള്ള കണക്ഷൻ എന്താ? 2ൻ്റെ ക്യൂബാണ് 8. 2 ക്യൂബാണ് 8.
3യും 27ഉം തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആവുന്നത്? 3 ക്യൂബാണ് 27. 4ഉം 32ഉം തമ്മിൽ ആ കണക്ഷൻ ഉണ്ടോ? ഇല്ല. 5ഉം 25ഉം കൂടെ നോക്കൂ, 5 ക്യൂബാണ് 125. അപ്പൊ ഇവിടെ കണക്റ്റഡ് അല്ലാത്തത് ഏതാ? 4:32 എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഇത് നമ്പർ സിസ്റ്റമായിട്ട് നമ്മൾ നല്ലോണം കണക്റ്റഡ് ആണെങ്കിൽ, നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രാമായിട്ട് റിലേറ്റഡ് ആണ്. വെൻ ഡയഗ്രാം നമ്മൾ സെറ്റ് തിയറി ഒക്കെ പഠിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ +2 സയൻസ് പഠിച്ചവരായിരിക്കും, അല്ലാത്തവർ പഠിച്ചിട്ടുണ്ടാവില്ല. ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാൽ, അതായത് ഇവിടെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് ഒരിക്കലും നമ്മൾ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നില്ല. പക്ഷെ ആ ലോജിക്കൽ തിങ്കിങ് ഒരു ലോ പ്രൊഫഷനിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് ലോജിക്കൽ റീസണിങ് ഈ ഏരിയ ഇത്ര പ്രാധാന്യം ഈ ടെസ്റ്റുകളിലൊക്കെ കൊടുക്കുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിന് ലോജിക്കലി എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നതെന്ന് ആലോചിച്ച് നോക്കാം. അപ്പം നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ലയൺസ്, എൽഫൻസ് ആൻഡ് അനിമൽസ്. ഈ മൂന്നും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കൂ. ലയൺസും എൽഫൻസും എനിമൽസും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? എനിമൽസ് എന്നുള്ള വലിയൊരു ഗ്രൂപ്പ് അല്ലേ? ഈ എനിമൽസിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പാണ് എൽഫൻറ്റ്, വേറൊരു ഗ്രൂപ്പാണ് ലയൺ. ലയണും എൽഫൻറ്റും തമ്മിൽ കണക്റ്റഡ് ആവുമോ? ഇല്ല. ലയൺ ഒരു ജീവി ഒരേ സമയത്ത് ഒരു എനിമൽ ഒരേ സമയത്ത് എൽഫൻറ്റും ഒരേ സമയത്ത് ലയണും ആവില്ലല്ലോ. എൽഫൻറ്റ് ഒരു ടൈപ്പ് അനിമലാണ്, ലയണ് വേറൊരു ടൈപ്പ് അനിമലാണ്. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ഇത് കണക്റ്റഡ് കാണിക്കേണ്ടത്? ഇങ്ങനെയായിരിക്കും ആ ഗ്രൂപ്പ്. അതായത് ഇത് എൽഫൻറ്റ് എന്നുള്ള വലിയൊരു ഗ്രൂപ്പ്, ആ വലിയ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എനിമൽ എന്നുള്ള വലിയൊരു ഗ്രൂപ്പ്, ഈ എനിമൽ എന്നുള്ള വലിയ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എൽഫൻറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പ്, ലയൺ എന്നുള്ളൊരു ഗ്രൂപ്പ്. ഇതൊന്നും ശരിയാവില്ല. ഇത് എലിഫൻറ്റും ലയണും ഇപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താ? കുറേ എലിഫൻറ്റ് ലയണാണെന്ന്. അങ്ങനെ ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. അപ്പം കറക്റ്റ് ഏതാണ്? ഇതാണ് കറക്റ്റ്. ഇത് വെൻ ഡയഗ്രാം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഓർഡിനറി ലോജിക്ക് മാത്രമേ നിങ്ങളിവിടെ തിങ്ക് ചെയ്യേണ്ടതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇത് ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒരുവിധം ക്യുസാറ്റിൻ്റെ എല്ലാ പേപ്പറിലും ഞാൻ കാണുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 ക്വസ്റ്റ്യൻ വരെ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 5 years ago the combined age of my mother and mine was 40 years. എൻ്റെ അമ്മയുടെയും ഏജ് 5 കൊല്ലം മുമ്പ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 40 കിട്ടുമായിരുന്നു. Now the ratio of our age is 4:1. അപ്പോൾ ഇവിടെ റേഷ്യോ എന്നുള്ള കൺസെപ്റ്റും നമുക്ക് നന്നായിട്ട് അറിയണം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മദറും കുട്ടിയും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ 4:1 എന്നാണ്. അപ്പം മദറിൻ്റെ ഏജ് 4x ആണെങ്കിൽ എൻ്റെ ഏജ് എത്രയായിരിക്കും? x ആയിരിക്കും. ഓക്കെ, മദറിൻ്റെ ഏജ് 4x ആണെങ്കിൽ എൻ്റെ ഏജ് x ആയിരിക്കും. പിന്നെ നമ്മളോട് എന്താ പറയുന്നത്? 5 years ago. അപ്പോൾ 5 years ago മദറിൻ്റെ ഏജ് ഇപ്പോൾ 4x ആണെങ്കിൽ 5 കൊല്ലം മുമ്പ് മദറിൻ്റെ ഏജ് എത്രയായിരിക്കും? 4x - 5 ആയിരിക്കും. അതേപോലെ കുട്ടിയുടെ ഏജ് എത്രയായിരിക്കും? ഇപ്പോൾ x ആണെങ്കിൽ 5 കൊല്ലം മുന്നേ x - 5 ആയിരിക്കും. അപ്പോൾ ഈ 4x - 5ഉം x - 5ഉം കൂടെ ആഡ് ചെയ്താൽ 40 കിട്ടും എന്നാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മാത്സിലേക്ക് മാറ്റുക? 4x - 5 + x - 5 is equal to 40.
4x plus x 5x. 5x minus 5 minus 5. അപ്പോൾ minus 10 equal to 40. So 5x is equal to ഈ മൈനസ് 10 ഇങ്ങോട്ട് പോകുമ്പോൾ 50. സോ എക്സ് ഇസ് ഈക്വൽ ടു 10. എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 10 എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സ് ഇപ്പം 10 years ആണ്. അങ്ങനെയാകുമ്പോൾ എൻ്റെ മദറിന് എത്ര വയസ്സായി? 4x. 4 into 10 40. നമ്മളെടുത്ത ചോദ്യം എന്താ? ഹൗ ഓൾഡ് ഈസ് മൈ മദർ? എൻ്റെ മദറിന് എത്ര വയസ്സായി? 40 years. അപ്പോൾ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കും. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഇതിങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്ന ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ഇത് വരച്ചു നോക്കണം. അപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള ധാരണ ഉണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തന്ന ഇൻഫർമേഷൻസിലേക്ക് കടക്കുകയാണ്. ചെക്ക് പോസ്റ്റ് എഫ് ഈസ് 25 കിലോമീറ്റർ ടു ദ നോർത്ത് ഓഫ് ഡി. അപ്പോൾ ഇവിടെ ഡി എന്നുള്ളൊരു പോയിന്റ് വന്നാൽ ഡിയിൽ നിന്ന് 25 കിലോമീറ്റർ നോർത്തായിട്ട് എഫ് വരും. പിന്നെ എന്താണെന്ന് ഡി വിച്ച് ഈസ് 35 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഓഫ് ബി. ബി എവിടെയാണ്? ഡിയുടെ 35 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റിലേട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ 35 എന്ന് വരും. പിന്നെ നമ്മളോട് പറയുന്നു ബിയും എയും ഇയും സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ആയിട്ട് തന്നെ എയും ഇയും ഒക്കെ വരും. അതിന് മുമ്പായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ചെക്ക് പോസ്റ്റ് എ ഈസ് 15 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ഇ. ഇ എവിടെയാണോ അവിടെ നിന്ന് 15 കിലോമീറ്റർ വെസ്റ്റ് ആയിട്ടാണ് ഇയുടെ വെസ്റ്റിലേക്കാണ് എ വരുന്നത്. ആൻഡ് 30 കിലോമീറ്റർ ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് സി. അപ്പം ബി ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എത്ര വരും? 55. എയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് പറഞ്ഞു? 15. ടോട്ടൽ 70 എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ 55 വരുന്നത്. എയിൽ നിന്ന് ഇങ്ങനൊരു പോയിന്റ് വന്നിട്ട് സി വരും. ഇതും 35 ആയിരിക്കും. നമ്മളെടുത്ത ചോദ്യം ഇയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 15 ഇ ടു എഫ് is equal to 15 plus 55 plus 35 plus 25. ഈ 15 plus 55 plus 35 plus 25 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 130 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മറ്റ് ലോ എൻട്രൻസുകളിൽ കാണും. പക്ഷെ ക്യുസാറ്റിലേക്ക് എത്തുമ്പം ഇതിൻ്റെ ലെവൽ ഒന്ന് കൂടും. നിങ്ങൾക്ക് നന്നായിട്ട് ലോജിക്കൽ റീസണിങ് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് തന്നെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം ക്യുസാറ്റിൻ്റെ റിസൾട്ടിൽ ആദ്യ 10 റാങ്കുകളിൽ 9 റാങ്കും ജോബ് സെക്യൂരിറ്റിയുടെ മിടുമിടുക്കന്മാരാണ് നേടിയിട്ടുള്ളത്. ഇങ്ങനെയൊരു റിസൾട്ടിലേക്ക് എത്തുന്നത് ലോജിക്കൽ റീസണിങ് ഏരിയയ്ക്ക് പ്രാധാന്യമുള്ളൊരു എക്സാം ആണെങ്കിൽ അതിന് പ്രാധാന്യം നൽകി പഠിപ്പിക്കും. ഇംഗ്ലീഷിന് പ്രാധാന്യമുള്ള ഒരു എക്സാം വന്നാൽ അതിന് പ്രാധാന്യം നൽകി പഠിപ്പിക്കും. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ട്രെയിനിങ്ങിലൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കോഡിങ് ഡീകോഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്ലീയിലൊക്കെ നിങ്ങൾ വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. ക്ലീ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ തന്നെ മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കൂ, ബട്ടർ ഈസ് ഈക്വൽ ടു 36, ടോസ്റ്റ് ഈസ് ഈക്വൽ ടു 25, ദെൻ മിൽക്ക് വിൽ ബി. അപ്പം ബട്ടർ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിനൊക്കെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താലൊന്നും നമുക്ക് 36 കിട്ടില്ല. അപ്പം ബട്ടറും 36ഉം തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവും? ആലോചിച്ച് നോക്കൂ. ബട്ടർ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 6ൻ്റെ സ്ക്വയർ ആണ് 36. ടോസ്റ്റ് എന്നുള്ള വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ്. 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പം മിൽക്ക് എന്താവും? മിൽക്ക് എന്നുള്ളതിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. സോ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും?
16 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ കടക്കും. കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. കോഡിംഗ് ഡീകോഡിങ്ങിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ വർക്ക് ബുക്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജോബ് സെക്യൂരിറ്റിയുടെ വർക്ക് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് കലണ്ടർ ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡേ ആഫ്റ്റർ ടുമോറോ വിൽ ബി ക്രിസ്മസ് ഡേ. ക്രിസ്മസ് എന്നാ വരിക? ഡിസംബർ 25. ഡേ ആഫ്റ്റർ ടുമോറോ 25 ആണെങ്കിൽ ടുഡേ എന്നായിരിക്കും? ടുഡേ 23rd ആയിരിക്കും അല്ലേ? ടുഡേ ഏതാ ഡേ വരുന്നത്? 23rd. നമ്മളോട് ചോദ്യം എന്താ? വാട്ട് വിൽ ബി ദ ഡേ ഓൺ ന്യൂ ഇയർ? ന്യൂ ഇയർ അതായത് January 1st ഏതാണ് ഡേ എന്നാ ചോദിക്കുന്നത്. ഇഫ് ടുഡേ ഈസ് സൺഡേ, ഇന്ന് ഏതാ ഡേ വരുന്നത്? സൺഡേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഡിസംബർ 23rd സൺഡേ ആണെങ്കിൽ 7 days കഴിഞ്ഞാൽ സെയിം ഡേ റിപ്പീറ്റ് ചെയ്യും. അപ്പം 23rd സൺഡേ ആണെങ്കിൽ 30th ഏതായിരിക്കും ഡേ വരുന്നുണ്ടാവുക? സൺഡേ ആയിരിക്കും. 30th സൺഡേ ആണെങ്കിൽ 31st മൺഡേ ആയിരിക്കും. January 1st ഏതായിരിക്കും ഡേ വരിക? ട്യൂസ്ഡേ. കലണ്ടർ എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ തന്നെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മറ്റ് പ്രീവിയസ് പേപ്പേഴ്സിലൂടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ് ഏരിയയിൽ ക്യുസാറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓരോ ഏരിയയിൽ നിന്നും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഓരോ ഏരിയയിലും 25-30 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ആ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ നിങ്ങളുടെ ഈ ഏരിയ നിങ്ങൾ നല്ലോണം സ്ട്രോങ് ആവും. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഈസ് ഗിവൺ ആൻ അസേർഷൻ ഫോളോഡ് ബൈ റീസൺ. ഒരു അസേർഷനും ഉണ്ടാവും, ഒരു റീസണും ഉണ്ടാവും. On the basis of the information given in the assertion and reason, decide which of the answer is correct. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ assertion എന്താ? ഫിനൈൽ ഈസ് യൂസ്ഡ് ആസ് ഹൗസ് ഹോൾഡ് ജെർമിസൈഡ്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് എന്താ? ഫിനൈൽ ഈസ് ഫിനോൾ ഡെറിവേറ്റീവ് ആൻഡ് ഫിനോൾ ഈസ് എൻ എഫക്റ്റീവ് ജെർമിസൈഡ്. അപ്പം ഈ ഒരു ഇതിന് റീസൺ ആയിട്ട് വരുന്ന എന്താണ്? ഫിനോയിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഫിനൈൽ ഈസ് ഫിനോൾ ഡെറിവേറ്റീവ് ആണ്. ഫിനോൾ ഒരു എഫക്റ്റീവ് ജെർമിസൈഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലായി തുടങ്ങുള്ളൂ. അപ്പം നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഏതാനും ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിപ്പോൾ പോയത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊക്കെ ക്യുസാറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും, സയൻസ് സ്ട്രീമിൽ അല്ലെങ്കിൽ ഇത് പറ്റില്ലേ, മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പറ്റില്ലേ? ഒരു പേടിയും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ സയൻസ് സ്റ്റുഡൻ്റ് അല്ല. കൂടാതെ മലയാളം മീഡിയം സ്കൂളിൽ നിന്നാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ സയൻസ് ആണോ പഠിച്ചത്, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നാണോ വരുന്നത്, CBSEയിൽ നിന്നാണോ വരുന്നത്, ഇതൊന്നും ഇവിടെ ഘടകമല്ല. കൃത്യമായ ഒരു കോച്ചിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാമാണ് ക്യുസാറ്റിൻ്റെ ലോ എൻട്രൻസ്. അപ്പം കൂടുതൽ ഈ ക്യുസാറ്റിൻ്റെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോസുമായി ജോബ് സെക്യൂർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ടേക്ക് കെയർ.